മേയർ ആര്യ രാജേന്ദ്രനെ തൂക്കിക്കൊല്ലാൻ നടക്കുന്നവർ ഒന്നോർക്കണം. ഡ്രൈവർ യദു അഹങ്കാരിയും തെമ്മാടിത്തരം കാണിക്കുന്നവരുമാണെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിനകം ഇയാളെക്കുറിച്ച് പല പരാതികളും മുൻപുണ്ടായിരുന്ന കേസുകളും ചർച്ചയായിരുന്നു. ഇപ്പോഴിതാ നടി റോഷ്ന ആൻഡ് റോയ് അവർക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ്. റോഡ് യാത്രയ്ക്കിടെ ഇയാളിൽ നിന്ന് തനിക്കും മോശം അനുഭവമുണ്ടായെന്നും MVDയോട് അന്ന് പരാതിപ്പെട്ടിരുന്നുവെന്നും റോഷ്ന ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചു. സഹോദരനുമൊത്ത് മലപ്പുറത്ത് നിന്ന് എറണാകുളം പോകുന്ന വഴി ഉണ്ടായ മോശം അനുഭവമാണ് റോഷ്ന ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. വളരെ ചെറിയ റോഡിൽ അപകടകരമായ രീതിയിലാണ് യദു ബസ് ഓടിച്ചിരുന്നതെന്നും അത് ചോദ്യം ചെയ്തപ്പോൾ വളരെ മോശമായി സംസാരിച്ചുവെന്നും റോഷ്ന പറയുന്നു. അന്ന് MVDയോട് പരാതിപ്പെട്ട കാര്യവും ബസ്സിൻ്റെ ഫോട്ടോ എടുത്തു വച്ചിരുന്ന കാര്യവും റോഷ്നയുടെ പോസ്റ്റിൽ പറയുന്നുണ്ട്. ഈ ചിത്രവും പോസ്റ്റിനൊപ്പം നൽകിയിട്ടുണ്ട്. റോഷ്നയുടെ കുറിപ്പൊന്ന് കേൾക്കാം. ഇവിടെ രാഷ്ട്രീയം ചർച്ചയാക്കാനോ അല്ലെങ്കിൽ ഒരു ഭാഗം ന്യായീകരിക്കാനോ ഞാൻ നിൽക്കുന്നില്ല. പക്ഷേ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഒരു ഇതാണ് ഡ്രൈവർ യദുവിനെ കിട്ടിയിട്ടുള്ളത്. എൻ്റെ മുഖത്ത് നോക്കി താങ്കൾ പറഞ്ഞ മോശം വാക്കുകൾക്ക് ഒരു വണ്ടി ആൾക്കാരാണ് സാക്ഷി, കൂടെ സ്ഥലം MVDയും. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് അധികൃതർ അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നതും. ഈ ഒരു വിഷയം ചർച്ചയാകുമ്പോഴാണ് ഈ ഫോട്ടോയിലുള്ള വ്യക്തിയെ ശ്രദ്ധിക്കുന്നത്. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ എല്ലാവരും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും. എനിക്കും പറയാനുണ്ട് ചില കാര്യങ്ങൾ. മലപ്പുറത്ത് നിന്ന് എറണാകുളത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോകുകയായിരുന്നു ഞാനും എൻ്റെ സഹോദരനും. കുന്നംകുളം റൂട്ടിൽ അറ്റകുറ്റപ്പണികളിൽ ആയിരുന്നതുകൊണ്ട് ഒരു വണ്ടിക്ക് ജസ്റ്റ് പോകാനുള്ള വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. സ്ലോ മൂവിംഗ് ആയിരുന്നു ഓൾറെഡി. ഈ സെയിം KSRTC ബസ് വളരെ വേഗത്തിൽ പല വണ്ടികളെയും മറികടന്ന് എത്തുകയും എൻ്റെ വണ്ടിക്ക് പുറകിൽ കിടന്ന് ഹോൺ മുഴക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു. പോകാൻ സൈഡ് കൊടുക്കാൻ പോലും സൈഡ് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഇയാൾ ഇടിച്ചില്ല എന്ന മട്ടിൽ വണ്ടിയെടുത്ത് മുന്നോട്ട് പോയി. ഞാൻ വണ്ടിയെടുത്ത് സൈഡാക്കിയെങ്കിലും സ്ലോ മൂവിംഗ് ആയ ഏരിയ ആയതുകൊണ്ട് വീണ്ടും ഈ KSRTCക്ക് പുറകിൽ തന്നെ എത്തി. ഒരു രീതിയിലും സൈഡില്ലാത്ത ഏരിയ, അപകട മേഖല, പതുക്കെ പോവുക എന്ന വാർണിംഗ് ബോർഡ് എല്ലാം ഉണ്ടായിരുന്നിട്ടും ഇങ്ങനെ തന്നെയാണ് KSRTC ബസ്സുകാർ. ഞാനും വാശിയായി. അദ്ദേഹം എൻ്റെ പുറകിൽ കിടന്ന് ഹോൺ മുഴക്കിയ പോലെ ഞാനും നല്ല രീതിയിൽ ഹോൺ അടിച്ചു. വെരി ഫാസ്റ്റ്ലി എനിക്ക് റിപ്ലൈ കിട്ടി. അദ്ദേഹം നടുറൂട്ടിൽ വണ്ടി നിർത്തി അത്രയും യാത്രക്കാർ ഉണ്ടായിരിക്കെ റോക്കി ബൈ കളിക്കാൻ ഇറങ്ങി വന്നു. അയാൾ വളരെ മോശമായി തന്നെയാണ് സംസാരിച്ചതും. ഒരു സ്ത്രീയാണെന്നുള്ള യാതൊരു പരിഗണനയുമില്ലാതെ ഇതുപോലെ തന്നെ വെറും മോശമായ വാക്കുകൾ എന്നോട് അയാൾ പറഞ്ഞു. ഷോ കാണിച്ച് അയാൾ വണ്ടിയെടുത്ത് പോകുകയാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് ഇയാൾ സംസാരിച്ചതിൻ്റെ അമർഷം കുറച്ചൊന്നുമായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ആളുകളെ കയറ്റാൻ സൈഡാക്കി. ഞങ്ങൾ മുന്നോട്ട് പോരുകയും ചെയ്തു. അപ്പോഴാണ് MVDയെ കണ്ടത്. ഞാൻ വണ്ടി സൈഡാക്കി കാര്യങ്ങൾ വിശദമായി അവരോട് പറഞ്ഞു. അകലെ നിന്ന് KSRTC ബസ് വരുന്നുണ്ടായിരുന്നു. ഞാൻ പോലീസുകാരോട് സംസാരിക്കുന്നത് കണ്ടതോ ഈ ഡ്രൈവർ വീണ്ടും വണ്ടി അവിടെ നിർത്തി അവിടെയും കുറേ നാടകം കളിച്ചു. പോലീസുകാർ സംസാരിച്ച് സോൾവ് ചെയ്ത് വിട്ടെങ്കിലും ഇയാൾ ഹീറോ ആയിരുന്നു. ഞാൻ വീട്ടിലെത്തിയിട്ടും വളരെ വിഷമിച്ചു ഇയാളുടെ ഈ മോശമായ സ്വഭാവത്തെ ഓർത്ത്. ട്രിവാൻഡ്രം വണ്ടിയായതുകൊണ്ട് ഞാൻ അവിടെ ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവറോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ KSRTC ബസ്സിന് പുറകിൽ ഒരു നമ്പറുണ്ട്, അവിടേക്ക് വിളിച്ചു കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ആ ബസ്സിൻ്റെ ഫോട്ടോ എടുത്തു വെച്ചിരുന്നു. അത് വെച്ച് നമ്പർ നോക്കിയപ്പോൾ അങ്ങനെയൊരു നമ്പർ നിലവിലില്ല. ഇയാൾക്കിപ്പോൾ ഇങ്ങനെയൊരു കേസ് വന്നത് സഹായകമായി. മേയറോട് പോലും സംസാരിക്കുന്ന രീതി ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരിയായ എന്നോട് കാണിച്ചതിൽ യാതൊരു വണ്ടറും ഇല്ല. സ്ഥിരം റോക്കി ബൈ ആണ് പുള്ളി. ഇങ്ങനെ KSRTC ഡ്രൈവർ ആയതുകൊണ്ട് യദുവിന് എന്ത് തോന്നിവാസം കാണിക്കാം എന്ന അഹങ്കാരം തന്നെയാണ്. ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കാതെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് അധികൃതർ തക്കതായ ശിക്ഷ നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കുറച്ചു നാളുകൾക്ക് മുൻപ് നടന്നതുകൊണ്ട് അദ്ദേഹം മറന്നുപോയിട്ടുണ്ടാകും. ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇവിടെ പോസ്റ്റ് ഇടുന്നത്. ഇയാൾ ഓടിച്ചിരുന്ന വാഹനത്തിൻ്റെ ഫോട്ടോ എടുത്തത് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നു. വെറുതെ ആരും KSRTC ബസ്സിൻ്റെ ഫോട്ടോ എടുത്തു വെക്കില്ലല്ലോ. കേട്ടല്ലോ, ഇപ്പോൾ മനസ്സിലായില്ലേ ഇവൻ്റെ തനിക്കോണം. വഴിയിൽ യുവതിയെ തടഞ്ഞു നിർത്തി ധരിച്ചിരുന്ന വസ്ത്രം മാറ്റി അശ്ലീലം പറഞ്ഞവനാണ്. അതിന് കോടതിയിൽ കേസ് വരെ ഉണ്ടായിരുന്നു. വാഹനം റാഷായി ഓടിച്ചതിന് 2 പ്രാവശ്യം കോടതിയിൽ വേറെ കേസും ഉണ്ടായിട്ടുണ്ട്. ഇവനെയൊക്കെ KSRTCയിൽ ജോലിക്കെടുത്ത ഉദ്യോഗസ്ഥനെ വഴിയിൽ കണ്ടാൽ ആദ്യം തല്ലണം. ഇവനെയൊക്കെ ഇപ്പോഴും ജോലിക്ക് വെച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥനെ വഴിയിൽ കണ്ടാൽ രണ്ടാമത് തല്ലണം. ഇതുകൊണ്ടൊക്കെയാണ് KSRTC നാൾക്ക് നാൾ തകർച്ചയിലേക്ക് പോകുന്നത്. ഇതുപോലെയുള്ള കീടങ്ങളെ, ഗുണ്ടകളെ, അഹങ്കാരികളെ കോർപ്പറേഷനിൽ നിന്നും ഒഴിവാക്കണം. എങ്കിലേ കോർപ്പറേഷൻ രക്ഷപ്പെടൂ. ഇപ്പോൾ ഇയാൾ പറയുന്നത്
മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവും MLA-യുമായ സച്ചിൻ ദേവ്, കാറിലുണ്ടായിരുന്ന മറ്റുള്ളവർ എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമെന്നത്രേ. ഇയാളുടെ വിചാരം കോടതിയിൽ കേസ് കൊടുത്താൽ അവരെയൊക്കെ തൂക്കിക്കൊല്ലാൻ വിധിക്കുമെന്നാണോ? മേയറും അവരുടെ ഭർത്താവായ MLA-യും നീതിബോധമുള്ളവരാണ്. അവർ പൗരധർമ്മം മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം മേയറെ സോഷ്യൽ മീഡിയയിൽ വ്യക്തിഹത്യ ചെയ്യുകയാണ്. വ്യക്തിഹത്യ കൊണ്ട് ജനങ്ങളേൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കി. ദൃശ്യമാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും തുടർച്ചയായി വ്യക്തിഹത്യ നേരിടുകയാണ്. ഔദ്യോഗിക മൊബൈൽ ഫോണിലേക്ക് അശ്ലീല സന്ദേശം അയച്ചയാൾക്കെതിരെ പരാതി നൽകി. ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്തു.